بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന സദസ്സിനെ സംബന്ധിച്ച് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ സദസ്സിൽ പങ്കെടുക്കും. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നിൻ്റെ ഒരു വിഭാഗം അടിമകൾ അവിടെ നിന്നെപ്പറ്റി സംസാരിക്കുന്നു, നിന്നെ പുകഴ്ത്തുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, എൻ്റെ അടിമകൾ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? അപ്പം മലക്കുകൾ പറയും, അല്ലാഹുവേ, അവർ നിന്നോട് ആവശ്യപ്പെടുന്നത് സ്വർഗമാണ്. അല്ലാഹു ചോദിക്കും മലക്കുകളോട്, എൻ്റെ അടിമകൾ ഏതൊരു കാര്യത്തിൽ നിന്നാണ് എന്നോട് അഭയം തേടുന്നത്, രക്ഷ തേടുന്നത്? മലക്കുകൾ പറയും, അല്ലാഹുവേ, അവർ നിന്നോട് അഭയം തേടുന്നത്, രക്ഷ നേടുന്നത് നരകത്തിൽ നിന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളെ സാക്ഷി നിർത്തിയിട്ട് പറയും, നിങ്ങൾ സാക്ഷി നിർത്തിനാ പറയുന്നു, എൻ്റെ അടിമകൾക്ക് ഞാൻ മാപ്പാക്കി കൊടുത്തു, പുറത്തു കൊടുത്തു, അവരെല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി കൊടുത്തു. പല മലക്കുകൾ പറയും, അല്ലാഹുവേ, ആ സദസ്സിൽ നിന്നെപ്പറ്റി പറയുന്ന ആ ദീനിൻ്റെ മജ്ലിസിൽ സദസ്സിൽ അവരിൽ പെടാത്ത ആൾക്കാരുണ്ട്. വേറെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ അതിൽ പെട്ട ആൾക്കാർ, അത് ലക്ഷ്യം വെച്ച് വന്ന ആൾക്കാരെല്ലാവരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മറുപടി പറയും, മലക്കുകളോട്, അവർക്കും ഞാൻ മാപ്പാക്കി കൊടുത്തു. കാരണം ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അവരുടെ പ്രത്യേകത എന്താണ്? ആ വിഭാഗക്കാരുടെ കൂടെ ആരെങ്കിലും ഇരുന്നോ ഓനും പരാജയപ്പെടുകയില്ല. അഥവാ അള്ളാഹിനെ പറ്റി പറയുന്ന, ദീൻ സംസാരിക്കുന്ന, ഖുർആനും സുന്നത്തും പറയുന്ന ഒരു സദസ്സിൽ, ആ സദസ്സിൽ അവരുടെ കൂടെ ഇരിക്കുന്നവൻ പോലും പരാജയപ്പെടൂല. അപ്പോൾ ആ സദസ്സിൽ അതിനുവേണ്ടി ആ സദസ്സ് ലക്ഷ്യം വെച്ച് വന്ന് അതിലെ കാര്യങ്ങൾ കേൾക്കുന്നു, അത് പഠിക്കുന്നു, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു, അങ്ങനെയുള്ള ഒരാൾ എന്തായാലും പരാജയപ്പെടൂല. പ്രിയമുള്ളവരെ, നമ്മൾ ആ സദസ്സിലാണുള്ളത്. ഒരിക്കലും പരാജയപ്പെടാത്ത, സമയം നഷ്ടപ്പെടാത്തൊരു സദസ്സ്. നാളെ ആഖിറത്തിൽ ഉന്നത പദവിയിലായിരിക്കും. ദീനിൻ്റെ സദസ്സിൽ സമയം ചിലവഴിച്ചവർ ഉന്നത പദവിയിലായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യ മൽഊന, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്, അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരമാണ്. മൽഊനുൻ മാ ഫീഹ, അതിലുള്ളതും ശപിക്കപ്പെട്ടതാണ്. അതൊക്കെ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരമാണ്. ദുനിയാവിലെ എല്ലാ വസ്തുക്കളും നമ്മൾ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നും ഓർമ്മയിൽ നിന്നും നമ്മളെ വിദൂരമാക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ ദിക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ ഒഴിച്ച്, വമൻ വാലാഹു,
അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാർ, അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹിനെ പറ്റി പറയുന്ന സദസ്സ്, അതുമായി ബന്ധപ്പെട്ടിട്ട ആൾക്കാർ, അവരൊഴിച്ച് ബാക്കി എല്ലാവരും മൽഊനാൻ, ശപിക്കപ്പെട്ടതാണ്. ഔ ആലിമൻ ഔ മുതഅല്ലിമ. പിന്നെ റസൂൽ പറഞ്ഞ എന്താണ്? ദീൻ പഠിക്കുന്നവരും ദീൻ പഠിപ്പിക്കുന്നവരും ഇവരും ആ ശപിക്കപ്പെട്ട ആ ശാപത്തിൽ നിന്നും മുക്തരാണ്, മറ്റെല്ലാം നഷ്ടത്തിലാണ്. അപ്പം ഈ മാർഗത്തിൽ സമയം ചെലവഴിക്കുന്നവർ അവർ നാളെ ആഖിറത്തിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സമയം അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി കുറച്ച് കൊടുക്കുക. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുദ്സിയ ഹദീസാണ്. ഖുദ്സിയ ഹദീസ് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നതായിട്ട് റസൂൽ പറയാണ്, അള്ളാഹുവിൻ്റെ വാക്കായിരിക്കും. യബ്ന ആദം തഫറഗ് ലിഇബാദതി. വല്ലാത്ത വാക്കാട്ടോ, അള്ളാഹു പറയാണ്, അടിമകളെ, ആദമിൻ്റെ മക്കളെ, മനുഷ്യരെ, തഫറഗ് ലിഇബാദതി, എനിക്ക് ഇബാദത്തിന് വേണ്ടി നീ മാറി. ഫറഗ ഇഫ്റഹു എന്ന് പറഞ്ഞാൽ മാറി, എല്ലാ ജോലിയും ചെയ്തു തീർത്ത് മാറി നിൽക്കുന്നതിനാണ് ഫറഗ എന്ന് പറയുക അറബിയിൽ. തഫറഗ്, നീ മാറി നിൽക്കുക, അഥവാ എല്ലാ ശുഗലും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മനസ്സ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക? മാറിയിരിക്കുക. തഫറഗ് ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിന് വേണ്ടിയിട്ട്. ദുനിയാവിൽ എല്ലാവർക്കും തിരക്കാണ് അല്ലേ? എല്ലാവർക്കും തിരക്കാണ്. ഒരു പണിയില്ലാത്തവൻ എന്താണ്? തിരക്കാണ്. അതങ്ങനെയാണ്, ദുനിയാവിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ, ആ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി, തഫറഗ്, നീ മാറി നിൽക്ക്. ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ദീനിന് വേണ്ടിയിട്ട് ഒരു സമയം എനിക്ക് വേണ്ടി നീ മാറ്റിവെക്ക്. അള്ളാൻ്റെ വാക്കാണ് അടിമകളോട്. അങ്ങനെ എനിക്ക് വേണ്ടി നീ ഇബാദത്തിന് വേണ്ടി നീ മാറ്റിവെച്ചാൽ, സമയം മാറ്റിവെച്ചാൽ, അള്ളാഹ് 2 വാഗ്ദാനമാണ് നൽകുന്നത്. രണ്ട് വാഗ്ദാനം. ഒന്ന്, തഫറഗ് ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിന് വേണ്ടി നീ സമയം മാറ്റിവെക്കുക. അങ്ങനെയാണെങ്കിൽ 2 വാഗ്ദാനങ്ങൾ. ഒന്ന്, അംലഉ സദ്റക ഗിന, നിൻ്റെ മനസ്സ് ഗിന കൊണ്ട്, ഗിന എന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും സന്തോഷവും സമാധാനവും, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല. ഗിന, ധന്യത എന്ന് പറയും. എവിടെയും കുറച്ചിലില്ല. ധന്യത കൊണ്ട്, ഗിന കൊണ്ട് നിൻ്റെ മനസ്സിനെ ഞാൻ നിറക്കും. അവൻ്റെ ജോലിയിൽ അവൻ തൃപ്തനായിരിക്കും, അവന് കിട്ടുന്ന മാസ വരുമാനത്തിൽ അവൻ തൃപ്തനായിരിക്കും, അവൻ്റെ ഭാര്യയിൽ അവൻ തൃപ്തനായിരിക്കും, അവൻ്റെ മക്കളിൽ അവൻ തൃപ്തനായിരിക്കും, അവൻ്റെ വീട്, സ്ഥലം, അവൻ്റെ സമ്പത്ത്, അതിലൊക്കെ അവൻ തൃപ്തനായിരിക്കും, അവൻ്റെ ആരോഗ്യത്തിലും അവൻ തൃപ്തനായിരിക്കും. അതാണ് ഗിന. ആ ഗിന കൊണ്ട് നിൻ്റെ മനസ്സിനെ ഞാൻ നിറക്കും. അഥവാ എവിടെ എന്തില്ല, മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ചില ആൾക്കാരെ കാണൂലേ, എത്ര ഉണ്ടായാലും അവൻ്റെ മനസ്സിനെ അലട്ടുന്ന, ഇങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ചിലപ്പം ജോലിയായിരിക്കും, ജോലി ഉണ്ടാവും, പക്ഷെ ആ ഒരു ജോലി അവൻ്റെ മനസ്സിനിണങ്ങിയതായിരിക്കില്ല, വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും. ചിലപ്പം ഭാര്യ, കുടുംബമായിരിക്കും, മക്കളായിരിക്കും, ആ മറ്റെല്ലാ മേഖലയും നല്ല രീതിയായിരിക്കും, പക്ഷെ ആ ഒരു കുടുംബത്തിൻ്റെ പേരിൽ അവൻ എന്ത് ചെയ്യും? മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആൾക്കാർ. ചിലപ്പം വരുമാനത്തിലായിരിക്കും, ചിലപ്പോൾ ആരോഗ്യത്തിലായിരിക്കും, രോഗങ്ങൾ കൊണ്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആൾക്കാർ. അതൊക്കെ ഗിന ഇല്ലാതാണ്. ഗിന, ആ ഗിന കൊണ്ട് എന്ത് ചെയ്യും? ധന്യത കൊണ്ട് നിൻ്റെ മനസ്സിനെ ഞാൻ നിറക്കും. അള്ളാഹ് പറയാണ്, അള്ളാഹ് അങ്ങനെ നിറച്ചാൽ പിന്നെ എന്ത് ചെയ്യണ്ടേ? പിന്നെ ആരെ പേടിക്കണ്ടേ? ആരത്തേക്കാണ് പോകേണ്ടത്? ഒരാവശ്യമില്ല. ഹസ്ബി അള്ളാഹ്, എനിക്ക് എൻ്റെ അള്ളാഹു മതിയായവനാണ്. എന്നാലോചിച്ച് നോക്കി, അള്ളാഹ് പറയാണ്, എനിക്ക് ഇബാദത്തിന് വേണ്ടി നീ അല്പസമയം മാറ്റിവെച്ചാൽ, എനിക്ക് വേണ്ടി ഒരല്പസമയം മാറ്റിവെച്ചാൽ, ഒന്നാമത്തെ വാഗ്ദാനം, നിൻ്റെ മനസ്സിനെ ഞാൻ ഗിന കൊണ്ട് നിറക്കും. എല്ലാ മേഖലയിലും മനസ്സ് തൃപ്തിയായിരിക്കും, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. രണ്ടാമത്തത്, വ അസുദ്ദു ഫഖറക്, നിൻ്റെ ദാരിദ്ര്യത്തെ ഞാൻ നീക്കിത്തരും. നിൻ്റെ ദാരിദ്ര്യത്തെ ഞാൻ നീക്കിത്തരും. അള്ളാഹ് പറയാണ്, ദാരിദ്ര്യത്തെ ഞാൻ എന്ത് ചെയ്യും? മാറ്റിത്തരും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അള്ളാഹു ഏറ്റെടുക്കുകയാണ്, നിൻ്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരാം. അള്ളാഹു ഏറ്റെടുത്തു. അള്ളാഹു ദാരിദ്ര്യം നീക്കിത്തരാന്ന് പറഞ്ഞിട്ട് ഒരു അടിമ ഏറ്റെടുത്താൽ പിന്നെ അവരുടെ ജീവിതത്തിൽ എന്തില്ല? ദാരിദ്ര്യമില്ല.
അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല, അതിനാലോചിച്ചോ അവൻ്റെ മനസ്സ് പ്രയാസപ്പെടുകയില്ല. സുഖസന്തോഷത്തിലൂടെ എന്ത് ചെയ്യും? ഓൻ ജീവിക്കും. അഥവാ അവന് വേണ്ടതൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി കൊടുക്കും. ദാരിദ്ര്യം എന്നുള്ളത്, ഫഖർ എന്നുള്ളത് ഭയങ്കര അപകടമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ. അല്ലാഹുവേ, ഫഖറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. കാരണം ഫഖർ എന്നുള്ളത്, ദാരിദ്ര്യം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവത്തെ അത് മോശമാക്കി കളയും, മനുഷ്യൻ്റെ സംസ്കാരത്തെ അത് മോശമാക്കി കളയും, അവൻ്റെ ഈമാനിനെ അതില്ലാതാക്കി കളയും, അവൻ്റെ അള്ളാഹുവിനുള്ള സ്മരണ, ദിക്ർ അത് മറപ്പിച്ചു കളയും. ഒരു ഹദീത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖറൻ മുൻസിയ, അള്ളാഹുവിനെ മറപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ സ്മരണകൾ ഇല്ലാതാക്കുന്ന ഫഖറിനെ തൊട്ട് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു. വലിയ ആ ഫിത്നയാണ് ഫഖർ എന്നുള്ളത്, ദാരിദ്ര്യം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി. ദാരിദ്ര്യം എന്നുള്ളത് മനുഷ്യനെ അങ്ങനെ കൊണ്ടെത്തി അവൻ്റെ ദീനും ഫസാദാക്കും, അവൻ്റെ സ്വഭാവവും സംസ്കാരവും കുടുംബവും എല്ലാം നശിപ്പിച്ചാലും ദാരിദ്ര്യം. ഇപ്പം എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഫഖർ. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീനായിട്ട് ജീവിക്കാനും മിസ്കീനായിട്ട് മരിക്കാനും ദുആ ചെയ്തിട്ടുണ്ട്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അധികമൊന്നും ഇല്ലാണ്ട് ഓരോ ദിവസത്തെ ചിലവ് അങ്ങനെ കഴിച്ചു പോവുക, മറ്റൊരാളെ ആശ്രയിക്കാതെ ഓരോ ദിവസത്തെ ഇങ്ങനെ കുറേ ഒന്നും ബാക്കി വെക്കൂല, ഓരോ ദിവസവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതാണ് മിസ്കീൻ. ഫഖർ എന്നുള്ളത് ഒന്നുമില്ലാത്ത അവസ്ഥ. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ അള്ളാഹു പറയാണ്, വ അസുദ്ദു ഫഖറക്, നിൻ്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരൂ. രണ്ട് വാഗ്ദാനങ്ങളാണ്. നമ്മൾ സാധാരണ അള്ളാഹുവിനെ മറക്കുന്ന, നമ്മുടെ ജമാഅത്തുകൾ നഷ്ടപ്പെടുന്ന, അഞ്ചോക്തി നിസ്കാരത്തിന് ജമാഅത്തുകൾ നഷ്ടപ്പെടുന്ന, മറ്റുള്ള അദ്കാറുകൾ മറക്കുന്ന ഒരു സന്ദർഭമാണ് എന്ത്? ജോലി തിരക്ക്, മറ്റുള്ള തിരക്കുകൾ. തിരക്കെന്തിനാ? രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ. സമ്പത്തുണ്ടാക്കണ്ടേ? കുടുംബത്തിനെ പോറ്റണം, സ്വന്തം കാര്യങ്ങൾ ചെലവിനുണ്ട്, മക്കളുടെ കാര്യം നോക്കണം, ഭാര്യമാരുടെ കാര്യം നോക്കണം, കുടുംബത്തിൻ്റെ കാര്യം നോക്കണം. ആ ഒരു ധൃതിയിലാണ് നാം ഉള്ളത്. പക്ഷെ അല്ലാഹ് പറയാണ്, കുറച്ച് സമയം എനിക്കെന്നാ എന്ത് ചെയ്യും? നിൻ്റെ മനസ്സിനെ ഞാൻ ധന്യത കൊണ്ട് നിറക്കും, നിൻ്റെ ദാരിദ്ര്യം ഞാൻ ഇല്ലാതാക്കും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പായുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അവിടെ കുറച്ച് സമയം എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക, അള്ളാഹിൻ്റെ ദീന് വേണ്ടി കൊടുക്കുക. എല്ലാം നമ്മുടെ കാൽച്ചുവട്ടിലുണ്ടാവും. വ ഇല്ലാ തഫ്അൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹിൻ്റെ താക്കീതാണ്. രണ്ട് വാഗ്ദാനം അള്ളാഹ് നൽകി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ രണ്ട് കഠിനമായ താക്കീതാണ് അള്ളാഹു നൽകുന്നത്. ഒന്ന്, വലം അസുദ്ദ ഫഖറക്, നിൻ്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരൂല. എത്ര അള്ളാഹനെ മറന്നിട്ട്, എത്ര ജമാഅത്ത് ഒഴിവാക്കിയിട്ടും നീ സമ്പത്തിൻ്റെ പിറകെ ഓടിയാലും, വലം അസുദ്ദ ഫഖറക്, നിൻ്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരൂല. അള്ളാഹ് പറയാണ്, ഞാൻ നിൻ്റെ ദാരിദ്ര്യം നീക്കിത്തരൂല. നമ്മൾ എന്ത് മല മറിച്ചിട്ട് എന്താ കാര്യം? ഒരു വലിയ ഉഹുദ് മലയോളം സ്വർണ്ണങ്ങൾ നമുക്കുണ്ടായിട്ട് കാര്യമുണ്ടോ? അള്ളാഹ് ദാരിദ്ര്യം നീക്കൂല എന്ന് പറഞ്ഞാൽ അവൻ ദരിദ്രനാണ്. അവൻ്റെ മനസ്സെപ്പോഴും ദാരിദ്ര്യത്തിലാണ്. അവൻ്റെ കൺമുന്നിൽ ദാരിദ്ര്യം ഉണ്ടാവും. വേറെ ഹദീസിലുണ്ട്, അവൻ്റെ കൺമുന്നിൽ ദാരിദ്ര്യമായിരിക്കും. എപ്പോഴും ദാരിദ്ര്യത്തെ പേടിച്ച് ജീവിക്കും, നഷ്ടത്തെ ഭയന്നോ ജീവിക്കും. കിട്ടിയത് ആസ്വദിക്കാൻ അവൻ്റെ മനസ്സിന് കഴിയില്ല. അള്ളാഹു കാക്കട്ടെ. അള്ളങ്ങനെ നമ്മളങ്ങനെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ പ്രിയമുള്ളവരെ, നഷ്ടം. ദുനിയാവും ആഖിറവും രണ്ടും നഷ്ടത്തിലാണ്. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമയം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ആണായാലും പെണ്ണായാലും ചെറുതാണെങ്കിലും വലുതായാലും ആരാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമയം കൊടുക്കുക എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ കാര്യമാണ്. കഴിയും വിധം അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി സമയം കൊടുക്കുക. പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, സ്വയം അമലുകൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. അപ്പോൾ ഒന്നാമത്തെ താക്കീത്, വലം അസുദ്ദ ഫഖറക്, നിൻ്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരൂല. അതെങ്ങനെ ഉണ്ടാവും? ജീവിതത്തിൽ ഏത് രീതിയിലുണ്ടാവും. ബാങ്ക് ബാലൻസ് കുറേ ഉണ്ടാവും, പക്ഷെ അവൻ ജീവിക്കുന്നത് ദരിദ്രനായിട്ടാണ്. അവൻ്റെ മനസ്സിന് ഒരു തരി സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും ദാരിദ്ര്യത്തെ ഭയന്ന് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. വലം അസുദ്ദ ഫഖറക്. രണ്ടാമത്തത്, മലഅ്തു യദൈക ശുഗ്ല, നിൻ്റെ രണ്ട് കരങ്ങളും ജോലി ഭാരം കൊണ്ട് ഞാൻ നിറക്കും. അള്ളാൻ്റെ വാക്കാണ്. അള്ളാഹ് പറയാണ്, മലഅ്തു യദൈക ശുഗ്ല, നിൻ്റെ രണ്ട് കരങ്ങളും ജോലി ഭാരം കൊണ്ട് ഞാൻ നിറക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അള്ളെങ്ങാനും ജോലി ഭാരം കൊണ്ട് നമ്മളെ നിറച്ച എന്ത് അവസ്ഥ?
ഒരു സെക്കൻഡ് പോലും ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ നമുക്കൊണ്ട് കഴിയില്ല. ഒരു ദിവസം സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നമുക്കൊണ്ട് കഴിയില്ല. കാരണം നമ്മൾ ഇട്ടോടിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഒരാളെ കൊണ്ടും സഹായിക്കാനോ ആര് നോക്കിയാലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കഴിയില്ല. കാരണം നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ആരാണ്? അള്ളാഹുവാണ്. മലഅ്തു യദൈക ശുഗ്ല, നിൻ്റെ 2 കരങ്ങളും ജോലിഭാരം കൊണ്ട് ഞാൻ നിറക്കും. പ്രിയമുള്ളവരെ, ഖുദ്സിയ ഹദീസാണ്, സഹീഹായ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കാൻ, ഇബാദത്തിന് വേണ്ടി മാറി നിൽക്കാൻ ഈ ഉമ്മത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം നാം കാണുക അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത്രയും വർഷം ജീവിച്ചിട്ട് അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മളാൾക്ക് ഉത്തരവില്ല, നമുക്ക് പറയാനൊരു കാര്യമില്ല. മറിച്ച് ഇത്രയും വർഷം ജീവിച്ചിട്ട് നീ എന്താക്കിയെന്ന് വെച്ചാൽ ദുനിയാവിൻ്റെ കുറേ കാര്യങ്ങൾ പറയാണ്ട്. വീട് വെച്ചു, മക്കളെ കെട്ടിച്ചു, അതാക്കി ഇതാക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇത്രയും വർഷം ജീവിച്ചു, 30, 40, 50, 60 വർഷം ജീവിച്ചിട്ട് നീ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ ഉത്തരമില്ലെങ്കിൽ തീർത്തും പരാജയം. എത്രയുള്ള ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് പെണ്ണുങ്ങളായാലും ശരി, ആണുങ്ങളായാലും അത്രയും വർഷം നമ്മൾ ജീവിച്ചത് പരാജയപ്പെട്ടു. നമ്മുടെ ജീവിതം പരാജയത്തിലാണ്. നേരെ കുറച്ച് സഹാബാക്കൾ അങ്ങനെ ആയിരുന്നില്ല. അവർ മുസ്ലിമായി ജീവിച്ചത് 20, 30 വർഷം. അത് പൂർണ്ണമായിട്ടും അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു, പൂർണ്ണമായിട്ടും അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി കണ്ടെത്തുക, അതിനുവേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ മാനസികമായി തയ്യാറായാൽ സഹായം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും, തൗഫീഖ് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. മറ്റെല്ലാത്തിനും നമ്മൾ സമയം മാറ്റി വെക്കുന്നത് പോലെ, മറ്റെല്ലാത്തിനും വേണ്ടി നമ്മൾ തയ്യാറാകുന്നത് പോലെ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഖുർആൻ സുന്നത്തും പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അങ്ങനെ എന്തെങ്കിലും അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുക. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനം അത് അള്ളാഹു നിറവേറ്റും. കാരണം ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ലംഘിക്കാത്തവനാണ്, അത് തീർച്ചയാണ്. അതുകൊണ്ട് ഒരു സമയം എന്ത് ചെയ്യുക, കണ്ടെത്തുക, ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിക്കൂടാ. ആയുസ് അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ്, ആരോഗ്യവും ആയുസ്സും സമയം. അത് നഷ്ടപ്പെടുത്താതെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പരിശ്രമിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, സമയം കണ്ടെത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു ആദരിക്കട്ടെ. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ ജീവിതത്തിൽ ചെയ്യേണ്ടത് അത് ചെയ്യാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സൂറത്ത് യാസീൻ 69-ാമത്തെ ആയത്താണ് ഇന്ന് ഓതേണ്ടത്. ഒരാമുഖമായിട്ട് ചെറുങ്ങനെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. 69-ാമത്തെ ആയത്ത്, വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. വമാ അല്ലംനാഹു അശ്ശിഅറ, വമാ അല്ലംനാഹു, നാം അദ്ദേഹത്തെ പഠിപ്പിച്ചില്ല. അള്ളാഹു പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചില്ല. അശ്ശിഅറ, കവിത. റസൂൽ ഒരു കവിയല്ല. വമാ ഹുവ ബിശാഇർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കവിയല്ല. വമാ ഹുവ ബിഖൗലി കാഹിൻ, അതെന്തല്ല, ഒരു ജ്യോത്സ്യനുമല്ല, ഒരു കവിയുടെ വാക്കുമല്ല. കാരണം ഖുറൈശികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയാണ്, ഖുർആൻ ഓതിക്കൊടുക്കുമ്പം റസൂൽ ഉണ്ടാക്കിയ കവിതയാണ്, റസൂൽ ഒരു കവിയാണ്, അല്ലെങ്കിൽ റസൂൽ ഒരു ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അതിനുള്ള മറുപടി പറയാണ്, വമാ അല്ലംനാഹു അശ്ശിഅറ, ആ പ്രവാചകനെ നാം കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യൻബഗീ ലഹു, അത് അദ്ദേഹത്തിന് ഒട്ടും യോജിച്ചതുമല്ല. കവിത എന്നുള്ളത് അദ്ദേഹത്തിന് ഒട്ടും യോജിച്ചതുമല്ല. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വരി കവിത ചൊല്ലി. പക്ഷെ അത് പൂർണ്ണ തെറ്റായിരുന്നു റസൂൽ പറഞ്ഞത്. ആ കവിത
തെറ്റെന്ന് വെച്ചാൽ അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ അള്ളാഹിൻ്റെ റസൂലാണെന്ന് ഞാൻ ഒന്നും കൂടി ഉറപ്പിച്ച് പറയുന്നു. കാരണം വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു, അള്ളാഹു സുബ്ഹാനഹു വതആല താങ്കൾക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല, താങ്കൾക്കത് യോജിച്ചതുമല്ല. ഇൻ ഹുവ, അത് കവിതയല്ല, മറിച്ച് എന്താണ്? ഇൻ ഹുവ, അതല്ല, ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ, അത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹിയല്ലാതെ അല്ല, അത് ഖുർആൻ അല്ലാതെ വേറൊന്നുമില്ല. വഖുർആനും മുബീൻ, വ്യക്തമായി വായിക്കപ്പെടുന്ന ഖുർആൻ അല്ലാതെ അത് മറ്റൊന്നുമല്ല. അത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹിയാണ്. ഖുർആനെ സംബന്ധിച്ച് അള്ളാഹ് പറയാണ്. അപ്പോൾ മക്കത്തെ മുശ്രിക്കീങ്ങൾ റസൂൽ പറയുന്നത് കവിതയാണ്, അത് മുഹമ്മദ് എവിടുന്നോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെല്ലുന്നതാണ്, അല്ലെങ്കിൽ ജോത്സ്യനാണ്, അങ്ങനെ ആ ജോത്സ്യപ്പണിയിലൂടെ എന്തൊക്കെയോ പറയുന്നതാണ് എന്ന് ആക്ഷേപിച്ചു. അതിനുള്ള മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞത്, വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു, നാം മുഹമ്മദിനെ കവിത പഠിപ്പിച്ചിട്ടില്ല, അത് മുഹമ്മദിന് യോജിച്ചതുമല്ല. മറിച്ച് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത് ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ, അത് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദിക്റാണ്, വഹിയാണ്. അതുപോലെ തന്നെ അത് വ്യക്തമായ ഓതപ്പെടുന്ന ഖുർആനുമാണത്. ഇനി എന്തിനാണ് ആ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചത്? അതിൻ്റെ ഒരു ഇല്ലത്ത് പറയാൻ, ലിയുൻദിറ, ആ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, താക്കീത് നൽകാൻ വേണ്ടി. മൻ കാന ഹയ്യൻ, ജീവനുള്ള വസ്തുവിന്, അഥവാ ജീവനുള്ള ഹൃദയത്തിന് താക്കീത് നൽകാൻ വേണ്ടി. ജീവനുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി പറയുമ്പം മനസ്സിരുത്തി കേൾക്കാനും അത് ചിന്തിക്കാനും തൗഫീഖ് കിട്ടിയ ഹൃദയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവൻ്റെയും അള്ളാഹുവിൻ്റെ ദിക്ർ ഇല്ലാത്തവൻ്റെയും ഉപമ കമസലിൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവൻ്റെയും മരണപ്പെട്ടവൻ്റെയും ഉപമ പോലെയാണ്. അപ്പം അള്ളാഹിൻ്റെ ദിക്റുള്ള ഹൃദയം എന്താണ്? ഹയ്യാണ്, ജീവിതമുള്ളതാണ്. അള്ളാഹിൻ്റെ ദിക്റില്ലാത്ത, അള്ളാഹിനെ സംബന്ധിച്ച് സംസാരമില്ലാത്ത, ഒരു ചിന്തയില്ലാത്ത ഹൃദയമോ മരണപ്പെട്ട ഹൃദയം, മരിച്ച ഹൃദയമാണ്. അപ്പം മൻ കാന ഹയ്യൻ, അത് ഖുർആൻ ഓതിക്കൊടുക്കുമ്പം അത് കേൾക്കാൻ മനസ്സുള്ള ആൾക്കാർ, ആ മനസ്സിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹയ്യൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഖുർആൻ ഓതിക്കൊടുക്കുമ്പം, റസൂൽ പറഞ്ഞു കൊടുക്കുമ്പം അത് കേൾക്കാനുള്ള മനസ്സും അത് അംഗീകരിക്കാനുള്ള മനസ്സുള്ള, അങ്ങനെയുള്ള ആൾക്കാർക്ക് ലിയുൻദിറ, താക്കീത് നൽകാൻ വേണ്ടി. എന്താ താക്കീത്? ഇനിയൊരു ദിവസം വരാനുണ്ട്, അതിനു വേണ്ടി ഒരുങ്ങുക, തയ്യാറാവുക. ആ ദിവസത്തെ, ഹിസാബിൻ്റെ ദിവസത്തെ താക്കീത് നൽകാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, വയഹിഖൽ ഖൗലു, അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യമാകാൻ വേണ്ടി. മെർച്ചാൽ പോയിട്ടൊരു കാര്യമില്ല, അത് മെർച്ചത്ത് പോയിട്ട് ഇങ്ങനെ ഓതും, ഇത് ജീവിച്ചിർക്കുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, മെർച്ചർക്കുള്ളതല്ല, അതവസ്ഥ. വയഹിഖൽ ഖൗലു, അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യമാകാം, അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യമാകാൻ വേണ്ടി. അലൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ മേൽ. അഥവാ ഈ ഖുർആൻ അവതരിച്ചാൽ മുഅ്മിനീങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാം, കാഫിരീങ്ങൾക്കോ അല്ലാഹു സുബ്ഹാനഹു വതആല അവർ നരകത്തിലാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യും? നീതിപരമായിട്ട് അത് അവിടെ സ്ഥിരപ്പെടുകയും ചെയ്യും. അവർ ഈ ഖുർആനെ നിഷേധിക്കും, ഖുർആനെ തള്ളിപ്പറയും. അപ്പം നീതിയുക്തമായിട്ട് എന്ത് ചെയ്യും? അള്ളാഹു അവർക്ക് നിശ്ചയിച്ച അദാബിൻ്റെ, ശിക്ഷയുടെ തീരുമാനം അവരിൽ നീതിപരമായിട്ട് നടപ്പാക്കപ്പെടുകയും ചെയ്യും. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ അവതരിച്ചത്. മറിച്ച് ഇതെന്തല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ കവിതയല്ല ഇത്. പിന്നെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വേറൊരു ഭാഗത്തേക്ക് കടന്നു. ഇത്രയും പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാണ്? വേറൊരു രൂപത്തിലേക്ക്, വേറൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. പിന്നെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയാണ്. അവലം യറൗ, അവർ കാണുന്നില്ലേ?
അന്നാ ഖലഖ്നാ ലഹും, അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു. അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചത് അവർ ചിന്തിക്കുന്നില്ല, അവർ അതിനെപ്പറ്റി അതിനെ കാണുന്നില്ല, അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ. മിമ്മ അമിലത് ഐദീന, നമ്മുടെ കൈകൾ പണിയെടുത്തതിൽ നിന്നും, അൻആമൻ, കന്നുകാലികൾ അള്ളാഹു അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തു. ഫഹും ലഹ മാലിക്കൂൻ, ആ കന്നുകാലികളുടെ ഉടമസ്ഥാവകാശം അടിമകൾക്കാണ്. ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞത് നമ്മുടെ രണ്ട് വരുമാന മാർഗ്ഗം കൃഷിയാണെന്ത്, ഒന്ന് ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭൂമിയിൽ കൃഷി ചെയ്യുക, രണ്ട് കന്നുകാലികൾ. ഇതിൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് നമുക്ക് എന്തുണ്ട്, അധ്വാനമുണ്ട്, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു എന്താ ചെയ്യുന്നത്, അത് മുളപ്പിക്കുന്നത് അള്ളാഹുവാണ്. ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ അടിമകൾ ചെയ്യുന്നുണ്ട്, മനുഷ്യർ ചെയ്യുന്നുണ്ട്. പക്ഷെ കന്നുകാലികളുടെ വിഷയത്തിൽ അത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവാണ് ആ ഗർഭസ്ഥ ശിശുവിനെ ഉണ്ടാക്കുന്നതും അതിനെ വളർത്തുന്നതും അത് പ്രസവിപ്പിക്കുന്നതും. അതിനൊന്നും മനുഷ്യനെന്തില്ല, യാതൊരു കൈകടത്തലുമില്ല. അതുകൊണ്ട് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നത്, നമ്മളെന്ത് ചെയ്തു, അതിന് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, അതിനെ സൃഷ്ടിച്ചു തന്നു. ഫഹും ലഹ മാലിക്കുൻ, എന്നിട്ട് അതിൻ്റെ ഉടമസ്ഥരാരാണ്, ആ അടിമകളാണ്. അവർ യാതൊന്നും അതിനെന്തില്ല, ചെയ്യുന്നില്ല. വദല്ലൽനാഹാ ലഹും, വദല്ലൽന, നാം കീഴൊതുക്കി കൊടുത്തു, ലഹും, അവർക്ക്, ആ മൃഗങ്ങളെ നാം കീഴൊതുക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മനുഷ്യർ എന്തൊക്കെ മൃഗങ്ങളെ കീഴൊതുക്കിയിട്ട് നടത്തുന്നുണ്ട്. ഒട്ടകം ദേഷ്യം പിടിച്ചാൽ ഭയങ്കര ക്രൂരനായ മൃഗമാണ് ഒട്ടകം. ദേഷ്യം പിടിച്ചാൽ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിനെ മനുഷ്യൻ മെരുക്കിയെടുക്കുന്നുണ്ട്. ഒട്ടകം, കുതിര, ആന, നമ്മുടെ നാട്ടിലെ പശുക്കൾ, കാളകൾ, ഇതൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യാണ്, മനുഷ്യൻ അള്ളാഹു കീഴൊതുക്കി കൊടുത്തതാണ് മൃഗങ്ങളെ. മനുഷ്യനേക്കാൾ ശക്തവന്മാരായ മൃഗങ്ങളാണ് അവർക്ക്. വദല്ലൽനാഹാ ലഹും, അവർക്ക് നാം അതിനെ കീഴൊതുക്കി കൊടുത്തു. ഫമിൻഹാ റകൂബുഹും, അതിലവരെന്ത് ചെയ്യുന്നു, അവർക്ക് യാത്രാ സൗകര്യമുണ്ട്, യാത്ര ചെയ്യാൻ അവർ അതിനെ ഉപയോഗിക്കും. വമിൻഹാ യഅ്കുലൂൻ, അതിൽ നിന്നവർ ഭക്ഷിക്കുകയും ചെയ്യും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. കന്നുകാലികളെ അവർക്ക് നാം സൃഷ്ടിച്ചു കൊടുത്തു, എന്നിട്ട് അവർ അതിനെ ഉടമപ്പെടുത്തി. അള്ളാഹു അതിനെ അവർക്ക് കീഴൊതുക്കി കൊടുത്തു. അവർ അതിനെ ഉപയോഗിക്കുന്നു രണ്ട് രീതിയിൽ. ഒന്ന്, സഞ്ചരിക്കാനുള്ള വാഹനമായിട്ട് ഉപയോഗിക്കുന്നു. രണ്ട്, അതിൽ നിന്നും അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. അള്ളാഹു അങ്ങനെ കുറേ കന്നുകാലികൾ ഉണ്ടാക്കുകയും അത് മനുഷ്യർക്ക് ഭക്ഷണമാക്കാൻ സൗകര്യപ്പെടുത്തുകയും ചെയ്തു. വലഹും ഫീഹാ മനാഫിഉ, വലഹും ഫീഹ, വലഹും, ആ അടിമകൾക്കുണ്ട്, ഫീഹ, ഈ കന്നുകാലികളിൽ, മനാഫിഉ, മറ്റ് ധാരാളം ഉപയോഗങ്ങളുണ്ട്, അല്ലേ, മറ്റ് ധാരാളം ഉപയോഗങ്ങളുണ്ട് ഈ കന്നുകാലികളിൽ. വ മശാരിബു, അവർക്ക് പാനീയങ്ങളുമുണ്ട്. അഥവാ കന്നുകാലികളുടെ പാല് കുടിക്കുന്നുണ്ടല്ലോ. വ മശാരിബ്, എന്തുണ്ട്, അതിൽ പാനീയങ്ങളും അവർക്കുണ്ട്. അഫല യഷ്കുറൂൻ, പിന്നെന്താ അവർ ശുക്ർ ചെയ്യാത്തത്, നന്ദിയില്ലാത്തവർ. മനുഷ്യനെ സംബന്ധിച്ചുള്ള പറഞ്ഞതാണ്. ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തു കൊടുത്തു. ഇങ്ങനത്തെ കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകം എടുത്തു പറയാൻ കാരണം, പണ്ട് ആ ഒരു കാലഘട്ടത്തിൽ മക്കത്തെ മുശ്രിക്കീനെ മുൻനിർത്തിയാണല്ലോ ഈ ആയത്ത് ഇറങ്ങുന്നത്. സൂറത്ത് യാസീൻ മക്കിയായ സൂറത്താണ്. അപ്പോൾ അവർ കൃഷി ചെയ്തിരുന്നത് ഒന്നെന്താണ്, ഈത്തപ്പഴം, പിന്നെ മുന്തിരി, പിന്നുള്ളത് എന്താണ്, കന്നുകാലികളാണ്, ഒട്ടകങ്ങൾ, ആടുകൾ. അപ്പോൾ ഈ രണ്ടാണ് അവരുടെ വരുമാന മാർഗങ്ങൾ. അപ്പോൾ ആ ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും പറയുന്നത്. ആ കന്നുകാലികൾ അവർക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, അതിനെന്ത് ചെയ്യാം, ഭക്ഷിക്കാം. രണ്ട്, അതിൽ യാത്ര ചെയ്യാം. വലഹും ഫീഹ മനാഫി, അതിൽ മറ്റുള്ള കുറേ ഉപകാരങ്ങൾ അവർക്കുണ്ട്. അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാം, മറ്റുള്ള കുറേ കാര്യങ്ങൾ. ഓ മഷാരിബ്, നിങ്ങൾക്കതിൽ പാനീയമുണ്ട്, നല്ല ശുദ്ധമായ പാനീയം, പാല്, അതും നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് അഫല യഷ്കുറൂൻ, അവരെന്ത് നന്ദി ചെയ്യാത്തത്, ഇല്ലാത്തവരായിപ്പോയത്. ആ നന്ദികേടിനെ സംബന്ധിച്ച് അള്ളാഹ് പറയുന്നത് എങ്ങനെയാണോ, അത് ചോദിച്ചു അവരെന്താ നന്ദി ചെയ്യാത്തത്, എന്നിട്ട് അവർ ചെയ്ത നന്ദികേട് എന്താ, അടുത്ത ആയത്തിൽ അള്ളാഹ് പറയുന്നത് വത്തഖദു, അവർ സ്വീകരിച്ചു. അവർ ചെയ്ത നന്ദികേട്
വത്തഖദു അവർ സ്വീകരിച്ചു മിൻ ദൂനില്ലാഹി അല്ലാഹുവിനു പുറമെ ആലിഹതൻ ഇലാഹുകളെ അവർ സ്വീകരിച്ചു ലഅല്ലഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അതാണ് ആ നന്ദികേട്. അപ്പോൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേട് എന്താണ്? അള്ളാഹു അല്ലാത്ത മറ്റൊരാളെടുക്കൽ സഹായത്തിന് വേണ്ടി പോവുക എന്നുള്ളത്. പരസ്പരം മനുഷ്യർ ചെയ്യുന്ന സഹായം അല്ല കേട്ടോ ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ചോദിച്ച് വാങ്ങേണ്ട സഹായം, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം കിട്ടേണ്ട സഹായം, അത് തേടാൻ വേണ്ടി, അത് ലഭിക്കാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ ഇലാഹാക്കുക. ഇപ്പം നരകമോചനം അത് അള്ളാഹിൻ്റെ ഭാഗത്ത് കിട്ടേണ്ട സഹായമാണ്. അതിന് മറ്റൊരാളെ സമീപിച്ചാൽ അള്ളാഹിനോട് ചെയ്യുന്ന നന്ദികേടാണ്. സ്വർഗം അത് ലഭിക്കേണ്ടത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് മറ്റൊരാൾ ചോദിച്ചാൽ അത് അള്ളാഹിനോട് ചെയ്യുന്ന നന്ദികേടാണ്. അതേപോലെ തന്നെ ഹിദായത്ത് അത് അള്ളാഹു ചെയ്യേണ്ടതാണ്. അത് അള്ളാഹു അല്ലാത്തൊരാൾ ചോദിച്ചാൽ അള്ളാഹിനോട് ചെയ്യുന്ന നന്ദികേടാണ്. അതേപോലെ തന്നെ മക്കളെ കിട്ടുക എന്നുള്ളത് അല്ലേ, അള്ളാഹുവിന് മാത്രം കഴിയുന്നതാണ് മക്കളെ കൊടുക്കുക. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ് യഹബു ലിമൻ യശാഉ ഇനാസൻ. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും? അള്ളാഹു പെൺമക്കളെ നൽകും, ചില ആൾക്കാർക്ക് ആൺമക്കളെ നൽകും, ചില ആൾക്കാർക്ക് രണ്ടും നൽകും, മറ്റു ചില ആൾക്കാർ അള്ളാഹു അഖീമ ഒന്നും കൊടുക്കാത്തവരുമാക്കും. അപ്പോൾ അത് അള്ളാഹുനോട് മാത്രം ചോദിക്കേണ്ടതാണ്. അപ്പോൾ അത് അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ ചോദിച്ചാൽ അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദികേടാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർ ചെയ്ത നന്ദികേട് എന്താണ്? ഈ കാര്യങ്ങളൊക്കെ നാം അവർക്ക് ചെയ്തു കൊടുത്തിട്ട് അവർ നന്ദി കാണിച്ചില്ല. അവർ ചെയ്ത നന്ദികേട് വത്തഖദൂ മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചു ആലിഹതൻ ഇലാഹുകളെ. എന്തിനു വേണ്ടി? ലഅല്ലഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ലാ യസ്തതീഊന നസ്റഹും പക്ഷെ അല്ലാഹ് പറയാണ് അവർക്കൊരിക്കലും എന്തില്ല, അവരെ സഹായിക്കാൻ കഴിയില്ല. ഒരിക്കലും അവരെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. അള്ളാഹു അല്ലാത്ത ആരൊക്കെയാണ് ഇവർ സഹായത്തിന് വേണ്ടി വിളിച്ചത്, അവർക്ക് ഒരാൾക്കും എന്തില്ല, ഇവരെ സഹായിക്കാൻ കഴിയില്ല. വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ പക്ഷെ ഇവർ ഈ മനുഷ്യർ അവർക്ക് വേണ്ടി ഒരു സന്നദ്ധ ഭടന്മാരായി ജീവിക്കുന്നു. അവർക്ക് വേണ്ടി വാദിക്കാനും അവർക്ക് വേണ്ടി തർക്കം കൂടാനും. അതാണ് അള്ളാഹു പറഞ്ഞ വാക്ക് വഹും ഇവർ ലഹും അള്ളാഹുവിന് പുറമെ ആരോടൊക്കെയാണ് ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത്, അവർക്ക് വേണ്ടി ജുന്ദും മുഹ്ളറൂൻ സന്നദ്ധരായ ഭടന്മാരാകുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും ഇവർ മുൻപന്തിയിലുണ്ട്. പക്ഷെ എന്തില്ല, ഇവർ എത്ര അവർക്ക് വേണ്ടി സംസാരിച്ചാലും എത്ര അവർക്ക് വേണ്ടി വാദിച്ചാലും വഹും ലാ യസ്തതീഊന നസ്റഹും അവർക്കിവരെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് ഇബാദത്തുകൾ ചെയ്യുന്നത്, ദുആ, ഇസ്തിഗാസ, സുജൂദ്, നേർച്ച വഴിപാടുകൾ, ഇതൊക്കെ ചെയ്യുന്നത് അവരിൽ നിന്നും എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ചെയ്യൂല. അള്ളാഹുവിന് പുറമെ അവരിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നത്. അപ്പോൾ അള്ളാഹു പറയാണ് ലാ യസ്തതീഊന നസ്റഹും അവർക്കൊരിക്കലും എന്തില്ല, നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അള്ളാഹു എന്നെ സഹായിക്കണം. മക്കത്തെ മുശ്രിക്കീങ്ങളും അന്ന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആലിഹത്തുകൾക്ക് മുമ്പിൽ, ബിംബങ്ങൾക്ക് മുമ്പിൽ, അഥവാ മഹാന്മാരുടെ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, അതുപോലെ തന്നെ അങ്ങനെയുള്ള മഹാന്മാരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ ഇബാദത്തുകൾ ചെയ്തത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് എന്താണ്? ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ അള്ളാഹുവിലേക്ക് അവർ നമ്മളെ അടുപ്പിക്കാൻ വേണ്ടി. ആ മഹത്തുക്കളുടെ മുമ്പിൽ ഇബാദത്തുകൾ ചെയ്താൽ അവർ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്ന വിശ്വാസം. രണ്ടാമത്തത് ഹാ ഉലാഇ ശുഫആഉന ഇൻദല്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇവർ നമുക്ക് ശുപാർശകരായിട്ട് നാളെ ആഖിറത്തിൽ വരുമെന്ന ഇത്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഥവാ അള്ളാഹു അല്ലാത്തവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മക്കത്തെ മുശ്രിക്കുകൾ എന്ത് ചെയ്തത്? അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഇന്നും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഓരോ ജാറങ്ങൾ കയറി ഇറങ്ങുക.
അള്ളാഹു അല്ലാത്തവരിൽ നിന്നും നന്മകൾ പ്രതീക്ഷിച്ചുകൊണ്ട് സഹായം കിട്ടുമെന്ന പ്രതീക്ഷ, അതുപോലെ തന്നെ വരാനിരിക്കുന്ന വലിയ വിപത്തുകൾ തടഞ്ഞ് സഹായിക്കും, നന്മകൾ നൽകി സഹായിക്കുമെന്നുള്ള ആ പ്രതീക്ഷയിലാണ് നമ്മുടെ നാട്ടിലും ഇന്നെന്ത് ചെയ്തത് എല്ലാ ബിദഅത്തും ഖുറാഫാത്തും ശിർക്കും നടക്കുന്നത്. എല്ലാ ജാറങ്ങൾക്കും കയറിറങ്ങുന്നത് എന്തിനാണ്? ഇങ്ങനത്തെ ഓരോ സഹായം ലഭിക്കാനും അതുപോലെ തന്നെ വരാനിരിക്കുന്ന വലിയ മുസീബത്ത് നീങ്ങാനും. ഈ ആ രണ്ട് കാര്യമാണ് നമ്മൾ അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ആ അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട ആ കാര്യം അള്ളാഹു അല്ലാത്തവരിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ നന്ദി കേടാണ് ചെയ്യുന്നത് എന്ന് സൂറത്ത് യാസീനിൽ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ടത് അവർ തർപ്പിച്ച് പറയാണ്, അവർ ചെയ്യുന്നത് നന്ദി കേടാണ്. ലാ യസ്തതിഊന നസ്റഹും, പക്ഷെ എന്തില്ല, അവർ എത്ര സഹായം ചോദിച്ചാലും അവരെ കൊണ്ട് ഇവരെ സഹായിക്കാൻ കഴിയൂല. അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്, സഹായിക്കാൻ കഴിയില്ല. പക്ഷെ ഇവരെന്താണ്, അവരോട് സഹായം ചോദിക്കുന്നു, അതേപോലെ തന്നെ അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടി എന്തും വാദിക്കും അല്ലേ? നമ്മൾ കാണുന്നല്ലേ, നമ്മുടെ നാട്ടിൻപുറത്ത്, നമ്മുടെ ഈ ചുറ്റുപാടിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് വേണ്ടി വാദിക്കുക, അവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ എന്ത് ചെയ്യുക, തടഞ്ഞു നിർത്തുക, അവർക്ക് വേണ്ടി വാദിക്കുക, മറ്റുള്ളവരെ ആരോപണങ്ങൾ പറയുക. എന്തിന്? അള്ളാഹു അല്ലാതെ അവർ സഹായം തേടുന്ന ഈ ആലിഹത്തുകളെ സംരക്ഷിക്കാൻ വേണ്ടി. അതെന്താണ് അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങളും ചെയ്തത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കാൻ, ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ ഫലാ യഹ്സുൻക ഖൗലുഹും. പ്രവാചകരെ, അവരുടെ വാക്കുകൾ താങ്കളെ പ്രയാസപ്പെടുത്തണ്ട. അവരുടെ വാക്കുകൾ താങ്കളെ പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ പരസ്യമായി പറയുന്നതും അവർ രഹസ്യമാക്കുന്ന കാര്യങ്ങളും നാം അറിയുന്നവനാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സമാധാനിപ്പിക്കുന്ന വാക്കുകളാണ്. ഇങ്ങനെ ആരോപണങ്ങൾ പറയാണ്. അതുപോലെ തന്നെ അവർ ആ ആലിഹത്തുകൾക്ക് വേണ്ടി, അള്ളാഹുവിന് പുറമെ അവർ സഹായത്തിന് വേണ്ടി നിർമ്മിച്ച ആലിഹത്തുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കുകയും അള്ളാഹുവിനെയും റസൂലിനെയും കുറ്റപ്പെടുത്തുന്നതും കാണുമ്പോൾ റസൂൽ വല്ലാതെ പ്രയാസപ്പെടുന്നു. ആ പ്രയാസം അത് പ്രവാചകർ അങ്ങ് പ്രയാസപ്പെടേണ്ട എന്ന് അള്ളാഹു സമാധാനിപ്പിക്കുകയാണ്. ഫലാ യഹ്സുൻക ഖൗലുഹും, അവർ പറയുന്ന ആ കുത്തുവാക്കുകളും ആരോപണങ്ങളും അത് താങ്കൾ പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അവർ രഹസ്യമായി പറയുന്നതും അവർ പരസ്യമാക്കുന്നതും എല്ലാ കാര്യങ്ങളും നാം അറിയുന്നവനാകുന്നു എന്ന് അള്ളാഹു റസൂലിനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പിന്നെയും വേറെ വിഷയത്തിലേക്ക് പോവാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ള വിഷയത്തിലേക്ക് അള്ളാഹു പോവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, നിർത്താം. തീരെ കഴിയുന്നില്ല, തലവേദന ഭയങ്കര. ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ആഴ്ച സൂറത്ത് പൂർത്തീകരിക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ പറഞ്ഞതിലും കേട്ടതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ അതൊക്കെ സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത്, മരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും ഉടമസ്ഥന റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട്, മറ്റുള്ള കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാത്തവർ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.